what sum of money will produce rupees 42,800 as an interest. So 42,800 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ 42,800 വിച്ച് മീൻസ് 42,800 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇൻ 3 years 3 months. സോ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. വാട്ട് സം ഓഫ് മണി, അതായത് പ്രിൻസിപ്പളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷവും 3 മാസവും കഴിയുന്ന സമയത്ത് അല്ലെ 3 വർഷവും 3 മാസവും കഴിയുന്ന സമയത്ത് അത് 42,800 42,800 റുപ്പീസ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. സോ ഇവിടുന്ന് പ്രിൻസിപ്പൾ കാണാനുള്ള ഫോർമുല യൂസ് ചെയ്താൽ പോരെ, മതി. ഏതാ പ്രിൻസിപ്പൾ കാണാനുള്ള ഫോർമുല? അങ്ങനെ പ്രിൻസിപ്പൾ കാണാനായിട്ടൊരു ഫോർമുല ഇല്ല. I=P അല്ലേ. ഇതിനകത്തുള്ള P കണ്ടുപിടിച്ചാൽ പോരെ. ഇൻട്രസ്റ്റ് എത്രയാ? 42,800 ഈക്വൽ ടു പ്രിൻസിപ്പൾ എനിക്ക് അറിയൂല ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5%, ദാറ്റ് ഈസ് 0.025 ഇൻറ്റു n നമ്പർ ഓഫ് ഇയേഴ്സ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 year 3 months. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 + 3 മന്തിനെ വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, വർഷത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ അവിടെ ഒരു 3/12 ചെയ്യേണ്ടി വരും അല്ലേ. 3/12 എന്ന് ചെയ്യുമ്പോൾ എനിക്ക് 0.25. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 3.25 എന്നെ കിട്ടിയില്ലേ? ആ എന്നെടുത്ത് ഞാനിവിടെ ഇട്ട് കൊടുത്തു 3.25. സോ അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റർ എടുക്കുക, പിയുടെ ഒറ്റ വാല്യൂ. എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക? ഓൾറെഡി LHSൽ 42,800 ഉണ്ട്. സോ ആ 0.025 ഇൻറ്റു അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 0.025, അവിടെയുള്ള ഇൻറ്റു 3.25 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3.25 ഈക്വൽ ടു എനിക്ക് കിട്ടിയത് 5,26,769.230 എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, സോ നമുക്ക് അതിനടുത്തുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ആരാ അല്ലേ? അതിൻ്റെ അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി 5,26,769. റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, 5,26,769. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ അവർ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ കേസിൽ മാത്രം ഡയറക്റ്റ് തന്നില്ല. സാധാരണ 3 year 2 year 5 year എന്ന് പറയുന്ന പോലെ 3 year 3 months. അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും? 3.3 എന്നെടുത്ത് ചെയ്യും. അപ്പോൾ തെറ്റിപ്പോവും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? 3.3 എടുക്കാൻ പറ്റില്ല. മാസത്തിനെ വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3 months 3/12. ഈസി.